പ്രതിപക്ഷ നേതാവിനോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ദീപ്തി മേരി വർഗീസിന്റെ മറ്റും വാക്കുകൾ കേട്ട് ചാടി പുറപ്പെടരുത്. കോൺഗ്രസിനെതിരെ മത്സരിച്ച CPM സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് EP ജയരാജന് താൻ അയച്ചു കൊടുത്തിട്ടില്ല എന്ന് ദീപ്തി പറയുന്നത് പോലും സത്യമാണോ എന്ന് പരിശോധിക്കണം. അങ്ങനെ ദീപ്തി പറയുന്നതും കേട്ട് സതീശൻ പറഞ്ഞത് കേൾക്കുമ്പോൾ തോന്നുക പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് മൊത്തം പിണറായി വിജയനാണ്. ഈ നിയമം നടപ്പാക്കാൻ കേരളത്തിൽ പിണറായി വിജയനായിരുന്നു ധൃതിയെന്നും സതീശൻ ഒന്നുകൂടി പറയുന്നത് കേട്ടാൽ തോന്നും. അത്ര ഗംഭീരമായാണ് വി ഡി സതീശൻ പിണറായി വിജയനും CIAയും തമ്മിലുള്ള ആ ബന്ധം എടുത്തു കാട്ടുന്നത്. 2019 ഈ പ്രക്ഷോഭം കേരളത്തിൽ മുഴുവൻ എല്ലാവരും നടത്തി. ഞങ്ങളായിരുന്നു അതിന്റെ മുൻപന്തിയിലുണ്ടായിരുന്നത്. അന്ന് 835 കേസുകളാണ് ഇതിനെതിരെ സംസ്ഥാന ഗവൺമെന്റ്. പിന്നീട് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ഈ കേസുകളെല്ലാം പിൻവലിക്കും. ആക്രമണ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ചു അത് ഏതാണ്ട് 100 കേസുകളുണ്ട്. അതൊഴിച്ചുള്ള എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് പറയുന്നു. ഇപ്പോഴും കഴിഞ്ഞ 5 വർഷക്കാലമായി കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമായി ഇന്ന് എല്ലാവരും അതിന് കോടതി കയറി ഇറങ്ങി നടക്കുകയാണ്. 835 കേസിൽ 69 കേസുകൾ മാത്രമാണ് ഈ സർക്കാർ പിൻവലിച്ചത്. 5 കൊല്ലമായിട്ട് ഈ കേസുകൾ പിൻവലിക്കാനുള്ള ചെറുവിരൽ പോലും ഇവരനക്കിയില്ല. ഇവരാരുടെ കൂടെയാണ് യഥാർത്ഥത്തിൽ? എന്തടിസ്ഥാനത്തിലാണ് വി ഡി സതീശൻ ഇങ്ങനെ തികച്ചും തെറ്റായ കണക്കുകൾ നിരത്തുന്നത് എന്ന് അറിയില്ല. എന്താണ് ഇതിലെ യാഥാർത്ഥ്യമെന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നേരിട്ട് കേട്ടാൽ മനസ്സിലാകും. സതീശന്റെയും മുസ്ലിം ലീഗിന്റെയും വായ അടച്ചുകൊണ്ടുള്ള മറുപടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. തിരിച്ചൊരു സംശയവും ആർക്കും ചോദിക്കാൻ ഇല്ലാത്ത വിധമുള്ള മറുപടി. മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ: പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് 835 കേസുകളാണ് ആകെ ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 629 കേസുകൾ ഇതിനോടകം കോടതിയിൽ നിന്നും ഇല്ലാതായി കഴിഞ്ഞു. നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ള 206 കേസുകളിൽ 84 എണ്ണത്തിൽ സർക്കാർ ഇതിനോടകം അവ പിൻവലിക്കാൻ സമ്മതവും നൽകി. ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടതിന് കോടതികളാണ്. അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ്. ആ കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകണം. അങ്ങനെ അപേക്ഷ നൽകാത്തതും ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ ഇപ്പോൾ തുടരുന്നുള്ളൂ. മുഖ്യമന്ത്രി ആ വാക്കുകൾ തന്നെ നേരിട്ട് കേൾക്കണം. ഇത് ഒരു വലിയ പ്രചരണമായിട്ട് ചിലർ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലും പെട്ടിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ കേസുകൾ പിൻവലിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ എടുത്തിട്ടുള്ളൊരു നിലപാടാണ്. അതിൽ സംസ്ഥാനത്ത് 835 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്ത്. ഈ കാര്യത്തിൽ ഇതിൽ 629 കേസുകൾ ഇതിനോടകം കോടതിയിൽ നിന്നില്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ കോടതിയുടെ പരിഗണനയിൽ 206 കേസുകളാണ്. അതിൽ 84 എണ്ണത്തിൽ സർക്കാർ പിൻവലിക്കാനുള്ള സമ്മതം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്മേൽ തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട കോടതികളാണ്. അന്വേഷണ ഘട്ടത്തിലുള്ളത് കേവലം ഒരേ ഒരു കേസ് മാത്രമാണ്. കേസ് തീർപ്പാക്കാൻ സർക്കാരിൽ അപേക്ഷ നൽകുക എന്നത് പ്രധാനമാണ്. തീരുമാനിച്ചത് കൊണ്ട് മാത്രം കേസ് പിൻവലിഞ്ഞു പോവില്ല. ഈ ബന്ധപ്പെട്ടവർ അപേക്ഷ നൽകി അതിൻ്റെ മേലെയാണ് കേസ് പിൻവലിക്കാനുള്ള നടപടിയെടുക്കുക. അങ്ങനെ അപേക്ഷ നൽകാത്തതും പിന്നെ ഗുരുതര സ്വഭാവമുള്ള ചില കേസുകളുണ്ടാകും. അത്തരം കേസുകളും അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടതുമായ കേസുകൾ മാത്രമേ തുടരുന്ന നിലയുള്ളൂ. ഈ പിൻവലിക്കാൻ പറ്റുന്ന കേസുകൾ ഇനി പറഞ്ഞ പട്ടികയിലുള്ളത് അപേക്ഷ നൽകുന്ന മുറക്ക് അത് പിൻവലിച്ചു പോകുന്നതാണ്. സമ്മതിച്ചു. മുസ്ലിം ലീഗ് തന്നെയാണ് CIAക്കെതിരെ ആദ്യമായി സുപ്രീം കോടതിയിലെത്തിയത്. അതിന് പിന്നാലെ സംസ്ഥാന നിയമസഭ ചേർന്ന് CIA നടപ്പാക്കില്ല എന്ന് തീരുമാനമെടുത്തത് സതീശൻ അറിഞ്ഞില്ലെന്നുണ്ടോ? അന്ന് പ്രതിപക്ഷത്തിന്റെ വ്യഗ്രത എന്തിലായിരുന്നു എന്ന് ഇത് കേട്ടാൽ മനസ്സിലാകും. BJP സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെന്റിൽ പാസാക്കിയെടുത്ത 2019 ഡിസംബർ 2-ാം വാരത്തിൽ തന്നെ ജനം രാജ്യത്താകെ തെരുവിലിറങ്ങിയപ്പോൾ കോൺഗ്രസ് MPമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ടുകയായിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ യോജിപ്പിന് തയ്യാറായ കോൺഗ്രസ് വളരെ പെട്ടെന്ന് ചുവട് മാറ്റി. നിയമസഭ ഒറ്റക്കെട്ടായി പാസാക്കിയ പ്രമേയത്തെ പോലും അന്നത്തെ
KPCC പ്രസിഡന്റ് പരിഹസിച്ചു. പ്രമേയം പാസാക്കിയതിൽ മുഖ്യമന്ത്രി മേനി നടിക്കണ്ട എന്നും പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ലല്ലോ എന്നുമായിരുന്നു അന്നത്തെ KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവന. യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്ന നിലപാടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്നും വന്നത്. വർഗീയ വിഭജന നിയമത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭങ്ങൾക്ക് ഉറച്ച പിന്തുണ നൽകിയ കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ തീരുമാനം. ഇടതുപക്ഷവുമായി യോജിച്ച പൗരത്വ വിഷയത്തിൽ പ്രക്ഷോഭത്തിനിറങ്ങിയവർക്ക് നേരെ കോൺഗ്രസ് പാർട്ടി അവരുടെ പാർട്ടി തലത്തിൽ നടപടിയെടുക്കുന്ന നിലവരെയുണ്ടായി. BJP സർക്കാർ പൗരത്വ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ പാസാക്കിയെടുത്ത 2019 ഡിസംബർ 2-ാം വാരത്തിൽ തന്നെ രാജ്യത്താകെ പ്രതിഷേധങ്ങൾ ഉയർന്നതാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം മുറുകെ പിടിക്കുന്നവർ ഡിസംബർ 10-ന് രാജ്യത്തിലാകെ തെരുവിലിറങ്ങി. അപ്പോൾ കോൺഗ്രസ് MPമാർ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു. ഇടതുപക്ഷ അംഗങ്ങളായ എളമരം കരീമും ബിനോയ് വിശ്വവും KK രാഗേഷുമൊക്കെ ബില്ലിനെതിരെ രാജ്യസഭയിൽ ശക്തിയുക്തം എതിർത്തു. പൗരത്വ ഭേദഗതി ബില്ലിലെ ഭരണഘടനാ വിരുദ്ധതയ്ക്കെതിരെ രാജ്യസഭയിലെ ഇടതുപക്ഷ അംഗങ്ങൾ ഭേദഗതി നിർദ്ദേശിക്കുകയും ആ ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തു. ബില്ല് വോട്ടിനിടാൻ ആവശ്യപ്പെട്ടതും സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ പ്രമേയം കൊണ്ടുവന്നതും ഇടതുപക്ഷ MPമാർ ഇടപെട്ടായിരുന്നു. 2020 ജനുവരിയിൽ ഡൽഹി രാജ്യ തലസ്ഥാനത്ത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജനകീയ പ്രക്ഷോഭം കനത്തപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് MPമാരെ കാണാനുണ്ടായിരുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആവർത്തിച്ച് പറയുന്നത് കോൺഗ്രസ് ഈ വർഗീയ നിയമത്തിനെതിരെ നിലപാടെടുക്കുന്നില്ല അന്നും ഇന്നും എന്ന്. അവരൊരു കാപട്യപൂർണമായ ഒളിച്ചുകളിയാണ് അന്നും ഇന്നും നടത്തുന്നതെന്നും അതോടെ കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കാൻ കൊള്ളാത്ത ഒന്നാണെന്ന് ആവർത്തിച്ച് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന്. അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇവിടെ കാട്ടിക്കൂട്ടുന്നത്.